പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 4 CPM പ്രവർത്തകർക്ക് കൂടി ജാമ്യം. സർക്കാരിന്റെയും ഇഡിയുടെയും എതിർപ്പ് തള്ളി ഹൈക്കോടതിയാണ് ജാമ്യം നൽകിയത്. എല്ലാ പ്രതികളായിട്ടില്ല വിനിഷ. 25 പ്രതികളാണ് ഈ കേസിൽ ആകെ ഉള്ളത്. കഴിഞ്ഞ ദിവസം 9 പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരുന്നു. അതിനുശേഷം 4 പ്രതികൾ കൂടി ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. അവരുടെ ജാമ്യ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത്. കഴിഞ്ഞ പ്രതികൾക്ക് ജാമ്യം കിട്ടാനിടയായ സാഹചര്യം എന്താണോ കോടതി വിശദീകരിച്ചത്, അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ 4 പ്രതികൾക്ക് കൂടി ജാമ്യം നൽകിയിരിക്കുന്നത്. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് 13 പേർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഒരു പ്രതിക്ക് സെഷൻസ് കോടതിയിൽ നിന്ന് നേരത്തെ ജാമ്യം കിട്ടിയതാണ്. അങ്ങനെ 14 പ്രതികൾക്ക് ഇതിനോടൊപ്പം തന്നെ ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. ഇനി 11 പ്രതികൾക്ക് കൂടി ജാമ്യം ലഭിക്കേണ്ടതുണ്ട്. അവർ വരും ദിവസങ്ങളിൽ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കോടതി ജാമ്യം നൽകാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ കാരണങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. പ്രതികൾ വധശ്രമ കുറ്റം അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് നിലനിൽക്കില്ല. അതുപോലെ തന്നെ ഈ ഇഡി ഉദ്യോഗസ്ഥരുടെ പരിക്ക് അത് ഗുരുതരമായ സ്വഭാവത്തിലുള്ളതല്ല. അപ്പൊ ആക്രമണം അതിന് ഗൗരവമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, വധശ്രമം നിലനിൽക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവർക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. 67 ദിവസമായി അവർ ജയിലിലായിരുന്നു. മാത്രമല്ല, അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനി അവർ ജയിലിൽ കഴിയേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മൊത്തം 13 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. ഒരു പ്രതിക്ക് നേരത്തെ ജാമ്യം കിട്ടിയിട്ടുണ്ട്. വിനിഷ. ശരി സൈഫ്.